ഗളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പം നമ്മുടെ കൃഷ്ണഗാഥ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ നവീനും ഗാഥയും കൂടെ ഒരു കാട്ടിലകപ്പെടുന്നു. അങ്ങനെ ഗാഥ പറയുന്നത് എനിക്ക് വിശക്കുന്നെന്ന് പറയുന്നത്, അങ്ങനെ ഇവർ തപ്പി അവിടെ ഒരു വീട് കാണുന്നു. അപ്പോൾ അയാൾ അവരെ അകത്തേക്ക് ക്ഷണിക്കുന്നു. അങ്ങനെ അവർക്ക് കഞ്ഞിയും ഒക്കെ കൊടുക്കുന്നു. അപ്പോൾ ഗാഥയ്ക്ക് ഇതൊന്നും പിടിക്കുന്നില്ലെങ്കിലും നവീൻ ഇതെല്ലാം പറയുന്നു. ഇതൊക്കെ ചെയ്യണം, എൻ്റെ മുത്തശ്ശി പണ്ട് ഇങ്ങനെ കഞ്ഞിയൊക്കെ തന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. അങ്ങനെ അവർ കഞ്ഞിയൊക്കെ കുടിച്ച് ഒരു രാത്രി അവിടെ തങ്ങുന്നു. അപ്പോൾ ഗാഥ വല്ലാത്ത വീർപ്പുമുട്ടിലാണ് അതെല്ലാം ചെയ്യുന്നത്. എങ്കിലും വേറൊരു നിവൃത്തിയില്ലാത്തതിനാൽ അവിടെ തന്നെ കഴിയുകയാണ്. ഇതേസമയം നമ്മുടെ കൃഷ്ണയാണെങ്കിൽ നമ്മുടെ സുന്ദരി ചേച്ചി അന്വേഷിച്ച് പോവുകയാണല്ലോ. അപ്പോൾ അയാളുടെ കൂടെ അയാളുടെ വീട്ടിലേക്ക് പോകുന്നു, ലോട്ടറി കച്ചവടം. അങ്ങനെ അവിടെ എത്തി അവിടെ നിൽക്കുകയാണ് രാത്രി. അപ്പോൾ രാത്രി സ്വപ്നം കാണും തൻ്റെ അമ്മയെപ്പറ്റി. അമ്മ വിഷമിക്കുകയാണല്ലോ എന്നൊക്കെ ഓർത്തിങ്ങനെ ഇരിക്കുന്നു. പിറ്റേ ദിവസം രാവിലെ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഇങ്ങനെ റോഡിലൂടെ പോകുമ്പോൾ നമ്മുടെ മാണിക്കുഞ്ഞാണെങ്കിൽ ഈ ഗാഥ എവിടെയും പോയി തപ്പി നടക്കണമല്ലോ. അപ്പോഴാണ് കൃഷ്ണയെ കാണുന്നത്. അപ്പോൾ ഗാഥ ഇത് കൃഷ്ണയാണെന്ന് വിചാരിച്ച് ഗാഥയെ വണ്ടിയിലേക്ക് കയറ്റുന്നു. നിൻ്റെ അമ്മ കാത്തിരിപ്പുണ്ടെന്നൊക്കെ പറയുന്നു. അപ്പം നമ്മുടെ കൃഷ്ണ വിചാരിക്കുന്ന അമ്മ ഇവിടെ എത്തിയോ. അങ്ങനെ കാറിൽ കയറുന്നു. അതിനുശേഷം ഇടയ്ക്ക് ഇറങ്ങിയൊക്കെ പോകുന്നുണ്ട്. പിന്നീട് നമ്മുടെ സിദ്ധാരയാണെങ്കിൽ തിരുമേനിയെ കാണാൻ വേണ്ടി പോവുകയാണ്, കളരിക്കൽ കുടുംബത്തിലെ കാര്യങ്ങൾ അറിയാൻ. അങ്ങനെ തിരുമേനി ആ വലിയ രഹസ്യം നമ്മുടെ സിദ്ധാരയെ അറിയിക്കുകയാണ്. കളരിക്കൽ കുടുംബത്തിലെ എല്ലാ സ്റ്റോറികളും പറയുകയാണ്. അവിടെ പെൺകുട്ടികൾ വാഴത്തില്ല, കല്യാണം കഴിച്ച എല്ലാവരും മരിച്ചു പോകും എന്ന് പറയുകയാണ്. ഇത് കേട്ട ഉടനെ നമ്മുടെ സിദ്ധാരയ്ക്ക് ഭയങ്കര വിഷമമാകുന്നു. കാരണം ഗാഥയെ അങ്ങനെ വിട്ടുകൊടുക്കുക സിദ്ധാരയ്ക്ക് ആകത്തില്ല. അങ്ങനെ തിരിച്ചു വരുന്നു. അപ്പോൾ ഗാഥയെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. പിന്നീട് നമ്മുടെ നവീനും ഗാഥയെ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. തിരിച്ചു വരുന്ന വഴിയിൽ അമ്മയുടെ കോൾ വരുന്നു. അപ്പം ഗാഥ കോൾ എടുക്കുന്ന, അമ്മ ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയെന്ന് പറയുന്നു. അപ്പോൾ സിദ്ധാരയാണെങ്കിൽ സങ്കടപ്പെട്ട് ചോദിക്കുന്നു, എവിടെയായിരുന്നു ഇത്ര നേരം? അപ്പോൾ ഞങ്ങൾ ഒരു അപകടത്തിൽ പെട്ടതാണ്, വന്നിട്ടെല്ലാം പറയാമെന്ന് പറയുന്നു. അപ്പോൾ പറയുന്നു വേഗം വരാൻ പറയുന്നു. അപ്പോൾ നമ്മുടെ സിദ്ധാരയുടെ അസിസ്റ്റൻറ്റ് ചോദിക്കുന്നു, മേഡം ഇനി എന്ത് ചെയ്യും? അവർ തിരിച്ചു വരുന്നത് ഇഷ്ടത്തിലായിട്ടാണെങ്കിലും എന്ന് ചോദിക്കുന്നു. അപ്പോൾ സിദ്ധാര പറയുന്നു, എന്ത് തന്നെ ആയാലും എൻ്റെ മകളെ അങ്ങനെ വിട്ടുകൊടുക്കാൻ എനിക്ക് പറ്റില്ല, ഈ കല്യാണം നടക്കില്ല, അത് ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു എന്ന് പറയുന്നു. അങ്ങനെയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. നാളത്തെ എപ്പിസോഡിൽ എന്ന് പറയുന്നത് നമ്മുടെ കൃഷ്ണയാണെങ്കിൽ ഈ സുന്ദരി ചേച്ചി തപ്പി ഇങ്ങനെ നടക്കുവാണല്ലോ. നടക്കുന്ന വഴിയിൽ സുന്ദരിയെ കാണും. അപ്പോൾ സുന്ദരിയെ കണ്ട ഉടനെ സുന്ദരി ഇവളെ കാണുന്നുണ്ട്. അപ്പോൾ ആ ഗുണ്ടകളോട് പറയും, എന്നെ കാണിച്ചു കൊടുക്കരുത്, അവളെ നേരിട്ടോളാൻ പറയും. അങ്ങനെ ഈ ഗുണ്ടകളുടെ അടുത്തേക്ക് കൃഷ്ണ ചെല്ലുകയാണ്. അപ്പോൾ പെട്ടെന്ന് അവർ ഇവളോട് ഓരോന്നൊക്കെ പറയാം. അപ്പോൾ ഇവൾ പേടിച്ചിട്ട് ഓടുകയാണ്. ഓടുന്ന സമയത്ത് വീണ്ടും നമ്മുടെ നവീൻ്റെ കാറിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ഈ കൃഷ്ണ പോയി കയറുന്നത്. പേടിച്ചിട്ട് കയറിയിരിക്കുകയാണ്. അപ്പോൾ നവീൻ വന്ന് വണ്ടി എടുക്കുന്നു. അങ്ങനെ വണ്ടി വീട്ടിലേക്ക് പോകുന്നു. അങ്ങനെ അവിടെ എത്തിക്കഴിയുമ്പോൾ നമ്മുടെ കൃഷ്ണ ഇങ്ങനെ ആലോചിക്കുന്നത്, ഏത് വീട്, വലിയ വീടാണല്ലോ എന്നൊക്കെ ചിന്തിക്കും. ഞാൻ അങ്ങനെ ഇവിടെ വന്നു എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുകയാണ്. ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ നവീന് തിരിച്ചു വരുന്ന സമയത്ത് സിതാരയുമായിട്ട് ഇഷ്ടത്തിലാവുന്നു. അപ്പോൾ സിതാര തൻ്റെ ഇഷ്ടം അമ്മയോട് പറയുന്നതൊക്കെ എപ്പിസോഡാണ് നാളത്തെ എപ്പിസോഡ്. അപ്പോൾ നാളത്തെ എപ്പിസോഡിന് എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.